ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരം 36-ാം ദിവസത്തിലേക്ക്. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച പ്രതിഷേധം. നാഷണൽ ഹെൽത്ത് മിഷന്റെ പരിശീലന പരിപാടി ബഹിഷ്കരിക്കാനും തീരുമാനമുണ്ട്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. ഹാൻസ്, ആശാ വർക്കർമാരുടെ സമരം 36-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. സമരം കൂടുതൽ വിപുലപ്പെടുത്തുക തന്നെയാണ് അവർ. എന്തൊക്കെയാണ് ഈ സമരസമിതിയുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ഭാവി സമര പരിപാടികളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ലക്ഷ്മി, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെയും സമരസമിതിയുടെയും തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് സമരത്തിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വലിയൊരു ആശാവർക്കർമാരുടെ കൂട്ടം തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉടനീളമുള്ള ആശാവർക്കർമാരാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ ഇന്നേ ദിവസം ഒരു പരിശീലന പരിപാടി ഏർപ്പെടുത്തിയിരുന്നു. പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ സംബന്ധിച്ചായിരുന്നു ഇന്ന് പരിശീലനം ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ പരിപാടി അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം ആശമാർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പത്തനംതിട്ട. ഇന്ന് പരിശീലനമുള്ളതല്ലേ നിങ്ങൾക്ക്? അതെ, ബഹിഷ്കരിച്ചു. തീർച്ചയായിട്ടും. സമരത്തിന് ഇപ്പോഴും ഇതൊരു തീരുമാനമായിട്ടില്ല. ഇന്ന് തീരുമാനമാകുമെന്നാണ് ഞങ്ങളുടെ 100% പ്രതീക്ഷ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് ഇവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ നിൽക്കും. ഈ ജില്ലയിലെ മറ്റ് ആശമാരിങ്ങനെ ബഹിഷ്കരിക്കുകയാണോ? വന്നിട്ടുണ്ട്, എന്നോട് കുറേ പേരുണ്ട്. ബഹിഷ്കരിച്ചു, NSM പരിപാടി ബഹിഷ്കരിച്ചു. പത്തനംതിട്ട ജില്ല അരുവാപ്പലം പഞ്ചായത്ത് മെയിൻ സെന്ററിന്റെ വാർഡ് കൊക്കാത്തോട്. ഇതിനു മുന്നേ വന്നിട്ടുണ്ട്? ഇത് ആദ്യമായിട്ട് വരുവാ. ഞങ്ങൾക്ക് അത്രയും ദൂരെ നിന്ന് വരാൻ പറ്റത്തില്ല. ഇന്ന് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടവും വരാതിരിക്കുന്ന ഇവരോട് ഞങ്ങളോട് തന്നെ ചെയ്യുന്ന ദ്രോഹവുമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേര് അരുവാപ്പലത്ത് നിന്ന് പങ്കെടുത്തതാണ്. പരിശീലനം ഉണ്ടല്ലോ ഇന്ന്? ഉണ്ട്, പരിശീലനം ഉണ്ട്. ഇതിന് ബദലായിട്ട് വെച്ചേക്കുന്ന ഒരു പരിശീലനമാണ്. ഞങ്ങൾ എന്നാലും എല്ലാവരും ഇവിടെ പങ്കെടുക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നില്ല? കൃത്യമായ നിർദ്ദേശമുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഇത് തന്നെയാണ് മുൻഗണന കൊടുത്ത് ഇവിടെ വന്നേക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ്. ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് കണ്ണ് തുറക്കുന്നില്ലല്ലോ. അപ്പം കണ്ണ് തുറക്കുന്നിടം വരെ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. ലക്ഷ്മി, ഇത് തന്നെയാണ് അവർ പറയുന്നത്. തങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ സമര ദിവസം ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 36 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം ചെയ്യുകയാണ് ആശാപ്രവർത്തകർ. ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരുടെ സമരം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഉപരോധ സമരം അതിന്റെ പ്രകടനം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. കുറച്ചധികം ആശാപ്രവർത്തകർ കൂടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാനുണ്ട്. എന്തായാലും എല്ലാവരും മാക്സിമം ആളുകൾ എത്തിയതിനു ശേഷം തന്നെ ഉപരോധം ആരംഭിക്കാനാണ് ഇവിടെ തീരുമാനം. സെക്രട്ടേറിയറ്റിന്റെ ഇടതുവശത്തുള്ള സൗത്ത് ഗേറ്റും ഇതിനോടൊപ്പം തന്നെ സമര ഗേറ്റും ഉപരോധിക്കാനാണ് ഇപ്പോൾ ആശാപ്രവർത്തകരുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെ ശക്തമായ പോലീസ് വിന്യാസവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് സമീപം വലിയ ബാരിക്കേഡുകൾ വെച്ച് ആശാപ്രവർത്തകരെ തടയാൻ തന്നെയാണ് പോലീസുകാരുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെ ജലപീരങ്കി എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ സമരം ഏത് രീതിയിലേക്കാകും പോകുക എന്ന കാര്യത്തിൽ ആശാപ്രവർത്തകർക്കും വ്യക്തതയില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ NHMന്റെ പരിശീലനം ബഹിഷ്കരിക്കുന്നത് ചെറിയൊരു ശതമാനത്തിലുള്ള ആശാപ്രവർത്തകർ മാത്രമാണ്. ഏകദേശം ഒരു 500 അല്ലെങ്കിൽ 600 ആശാപ്രവർത്തകർ മാത്രമാണ് ഇതിനോടകം ഈ സമരപ്പന്തലിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ആയതിനാൽ തന്നെ ഭീഷണിയുടെ സ്വരവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നെന്ന് ഇവർ ആരോപിക്കുന്നു. കാരണം വീട് കയറി ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, ഈ പരിപാടിയിൽ പങ്കെടുക്കണം, NHMന്റെ പരിപാടിയിൽ പങ്കെടുക്കണം, അല്ലാത്ത പക്ഷം ജോലി നഷ്ടപ്പെടും, ഹാജർനില മന്ത്രിതലത്തിലടക്കം പോകുന്ന ഒരു പരിപാടിയാണ്. ആയതിനാൽ തന്നെ കൃത്യമായ നിർദ്ദേശമുണ്ട് ഇവർക്ക് ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കണം. നമുക്കിപ്പോൾ ഇവിടെയും കാണാൻ കഴിയും, അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരത്തിന് വന്നിട്ടുള്ള ആശാപ്രവർത്തകരാണ് ഇവർ. അവർക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും സമരത്തിന്റെ ഭാഗമാകണം എന്നുള്ള നിശ്ചയദാർഢ്യം കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ചില ആശാപ്രവർത്തകരാണ് ഇവർ. എവിടെ നിന്നാണ് വരുന്നത്? ആറ്റിങ്ങൽ മണമ്പൂർ CHC. ഇതിനു മുന്നേ സമരത്തിന് വന്നിട്ടുണ്ട് 5 തവണയായി. ഇപ്പം NHMന്റെ പരിശീലനമുള്ള ദിവസമുള്ള ഇന്ന്? പരിശീലനം ഉണ്ട്. എന്താ അതിന് പോകാൻ ബഹിഷ്കരിച്ചോ? അത് ബഹിഷ്കരിച്ചാണ് ഇങ്ങോട്ട് വന്നത്.
സമരവുമായി മുന്നോട്ട് പോകാൻ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ലല്ലോ. ഇല്ല ഇതുവരെ ഉണ്ടായില്ല. ആശാ വർക്കേഴ്സ് അവരുടെ സമരം വിപുലപ്പെടുത്തിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധമാണ്. ഇതുവരെയും രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ കൂടി, കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി പങ്കെടുത്തുകൊണ്ട് വിപുലമായ ഒരു സമരമാണ് ഇന്ന് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധം എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം ഈ ദിവസങ്ങളിലെല്ലാം തന്നെ മന്ത്രിമാരടക്കമുള്ളവർ CPM-ന്റെ ഭാഗത്തു നിന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം വഴിയൊക്കെ ആശാ വർക്കർമാരുടെ സമരത്തിനെതിരായ നിലപാടായിരുന്നു CPM-ഉം സർക്കാരും സ്വീകരിച്ചത്. മാത്രമല്ല കേന്ദ്ര ധനമന്ത്രിയെ നേരിൽ കാണാൻ അവസരം കിട്ടിയപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശാ വർക്കർമാരുടെ പ്രശ്നം ഉന്നയിച്ചില്ല എന്നുള്ള വസ്തുതയും നമുക്ക് മുന്നിലുണ്ട്. ഏതായാലും ആശാ വർക്കർമാർ സമരം വിപുലപ്പെടുത്തുക തന്നെയാണ്. ഹാൻസ് ജോൺ ആണ് അവരുടെ സമരപ്പന്തലിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.